نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإنك لعلى خلق عظيم يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനം പറഞ്ഞ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ വിശദീകരിച്ചപ്പോൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകമാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും എന്നോടടുത്തു നിൽക്കുക ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കുമെന്നത്. സൽ സ്വഭാവമുള്ള ആളുകൾക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കുക. എങ്കിൽ ആ സൽ സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വേണ്ടുവോളവും നമുക്ക് കാണാൻ കഴിയും. കേവലം മറ്റുള്ളവരോട് പറഞ്ഞ് തന്റെ ജീവിതത്തിൽ അതില്ലാത്ത ഒരാളല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റ മര്യാദകൾ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏതൊരാളും അത്ഭുതപ്പെടുമാറ് ഏറ്റവും സുന്ദരമായ സ്വഭാവത്തിന്റെയും ഏറ്റവും സുന്ദരമായ പെരുമാറ്റത്തിന്റെയും ഉടമയായിരുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, തീർച്ചയായും പ്രവാചകരെ നിങ്ങൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ഇത് അല്ലാഹു പറഞ്ഞ വാചകം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബിമാർ പറഞ്ഞതോ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനുൻ നാസി ഖുൽഖ. ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. എന്തെല്ലാം സൽ സ്വഭാവങ്ങളുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടെങ്കിൽ
പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള 2 പെരുമാറ്റങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളായിരുന്നു. ഒരു അഫുവുള്ള ഒരു സ്വഭാവം, എല്ലാത്തിനും വിട്ടുവീഴ്ച കാണിക്കുന്ന ഒരു സ്വഭാവം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നു. പൊതുവെ വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ സൗകര്യമുള്ളതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ പല ആളുകളും വൈകാരികമായിക്കൊണ്ടാണ് പ്രതികരിക്കാറുള്ളത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅഅ്രിദ് അനിൽ ജാഹിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഖുദിൽ അഫ്വ, പ്രവാചകരെ നിങ്ങൾ വിട്ടുവീഴ്ച സ്വീകരിക്കണം. വഅ്മുർ ബിൽ ഉർഫ്, നിങ്ങൾ സദാചാരം കൽപ്പിക്കണം. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, ജാഹിലുകളായിട്ടുള്ള അവിവേകികളായിട്ടുള്ള ആളുകളെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയുകയും ചെയ്യണം. ഈ ഒരു ആയത്ത് അവതരിച്ചതിന് ശേഷമുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് ചില തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാണ്, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ സദാചാരം കൽപ്പിക്കണം, അവിവേകികളെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയുകയും ചെയ്യണം എന്ന ആയത്തിറങ്ങിയപ്പോ ലമ്മാ അൻസലല്ലാഹ്, അല്ലാഹു ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാ ഹാദാ യാ ജിബ്രീൽ, ജിബ്രീലെ എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതെന്താ, ഈ പറയാനുള്ള കാരണം എന്താ? എങ്ങനെയാണ് ഇത് ഞാൻ നിർവഹിക്കേണ്ടത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇത് അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പോയി. സുമ്മ റജഅ, പിന്നെ പോയി ഇത് അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, ഇന്നല്ലാഹ അമറക, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ തഅഫുവ അമ്മൻ ളലമക, നിങ്ങളോട് അക്രമം ചെയ്തവരാരാണോ അവരോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. വതുഅതിയ മൻ ഹറമക, നിങ്ങളുടെ ജീവിതത്തിൽ പല ഉപകാരങ്ങളും മുടക്കം വരുത്തിയവരില്ലേ, അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. വതസില മൻ ഖതഅക, നിങ്ങളുടെ കുടുംബ ബന്ധമൊക്കെ മുറിച്ച് പോയ ആളുകൾ ഉണ്ടാകുമല്ലോ, എനിക്കൊരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ, അങ്ങനെയുള്ളവരോട് നിങ്ങൾ ബന്ധം ചേർക്കണം. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ആയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തു. ഈ പറയപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത് പറഞ്ഞ വാചകം എന്താ? ഇന്നല്ലാഹ അമറക അൻ തഅഫുവ അമ്മൻ ളലമക, നിങ്ങളോട് അക്രമം ചെയ്ത ആളുകളോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങനെ ഇരിക്കുക. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായത് അത് ഉഹദ് യുദ്ധത്തിലല്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല പൊട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരുപാട് പരിക്കേൽക്കാൻ കാരണമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്നുവരെ പറയാൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം ഉണ്ടായതാണ്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിട്ടുള്ളത് ഉഹദ് യുദ്ധത്തിലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയെക്കുറിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തന്റെ ഇസ്ലാമിക പ്രബോധനം തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി. എന്നാൽ അപ്പോഴും നബിക്ക് താങ്ങും തണലുമായി 2 പേരുണ്ടായിരുന്നു. ഒന്ന് അബൂ ത്വാലിബും മറ്റൊന്ന് ഖദീജ റളിയല്ലാഹു അൻഹയും. ഈ 2 പേരും മരണപ്പെട്ട ഒരു സമയമുണ്ട്. ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷം എന്നാ പറയും. ആ വർഷത്തിലാണ് അബൂ ത്വാലിബ് ആദ്യം മരിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ടു. തികച്ചും ഒറ്റപ്പെട്ടു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബക്കാരായിട്ടുള്ള ത്വായിഫുകാരുടെ അടുത്തേക്ക് പോയി ചോദിക്കുക, അവര് തനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൂടെ കൂടി നിൽക്കുകയാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെട്ടു ത്വായിഫിലേക്ക് ഏകദേശം 80ഓളം കിലോമീറ്റർ. അവിടെ എത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫുകാരിൽ 4 പ്രധാനികളായ ആളെ വിളിച്ചു.
എന്നിട്ട് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം എന്താണെന്ന് അവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിക്കുന്നത് അവര് നബിയെ സ്വീകരിക്കും. നിങ്ങൾ ഇവിടെ നിന്നോളി, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി തരാം എന്ന് പറയും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെല്ലുന്നതും അവരെ വിളിച്ചു കൂട്ടുന്നതും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചതും അവരുടെ കൂട്ടത്തിൽ ചോദിക്കുക, അല്ല മുഹമ്മദേ, നിന്നെ അല്ലാതെ വേറെ ആരെയും പടച്ചവന് കിട്ടിയില്ല? പ്രവാചകനായിട്ട് നിന്നെയാണോ പറ്റിയത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു മതവും വേണ്ട, അങ്ങനത്തെ ഒരു ആദർശവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകളെ മുഴുവനായിക്കൊണ്ട് അവർ ഒഴിവാക്കി. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഞാൻ മറ്റുള്ളവരോട് പറയട്ടെ, നിങ്ങൾ അവരോടൊന്നും പറയാതിരുന്നാൽ മതി. ഇത് പറഞ്ഞു പുറത്തേക്കിറങ്ങിയതും ഈ 4 പേരും അവരുടെ ആളുകളെല്ലാം വിളിച്ചുകൂട്ടി. പ്രത്യേകിച്ച് ത്വായിഫിലുണ്ടായിരുന്ന തെണ്ടി പിള്ളേരെ വിളിച്ചുകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയാൻ വേണ്ടി പറഞ്ഞു. ഏകദേശം 10 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സഹായം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവർ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, അതികഠിനമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിച്ചു. ഒരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ സഹായിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു വാക്ക് പറയാന്നുള്ള ഒരു മര്യാദ പോലും കാണിക്കാതെ എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും കല്ല് തട്ടി വലിയ വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല പൊട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വരുന്ന സമയത്താണ് ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹ് അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പ്രയാസപ്പെട്ടതൊക്കെ അള്ളാഹ് അറിഞ്ഞിട്ടുണ്ട്. ഇതാ എന്റെ കൂടെ മലക്കുൽ ജിബാലുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ആ ത്വായിഫുകാരായ ആളുകൾക്ക് മുകളിൽ അഖ്ശബൈനിനെ വെക്കാൻ വേണ്ടിയിട്ട്. അഖ്ശബൈൻ എന്ന് പറഞ്ഞാൽ കഅബത്തിന്റെ പരിസരത്തുള്ള 2 മലകളാണ്. ആ 2 മലകൾ എടുത്തുകൊണ്ട് ത്വായിഫുകാരായ ആളുകളുടെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരറിവില്ലാത്തവരാണ്. അവരുടെ കൂട്ടത്തിൽ തൗഹീദുള്ള ഒരു സമൂഹത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരെ നശിപ്പിക്കല്ലേ. അതാണ് വിട്ടുവീഴ്ചയുടെ പര്യായ എന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ പല പ്രയാസങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കേണ്ടി വന്നു. എല്ലാ അർത്ഥത്തിലും ഉപദ്രവങ്ങൾ ഉണ്ടായി. ആ ഉപദ്രവങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ ഒരു മുഅ്മിനായി, വിട്ടുവീഴ്ചയുള്ള ഒരു മുഅ്മിനായി കൊണ്ടാണ് ജീവിച്ചത്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മക്ക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം അനുഭവിച്ച ദിവസം നിങ്ങൾ കണ്ടതേതാ? നിങ്ങൾ കണ്ട ചില കാഴ്ചകൾ, നിങ്ങൾ അറിഞ്ഞ ചില കാഴ്ചകൾ ഉണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം ഉണ്ടായ ദിവസം ഏതാ? ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിന്റെ ഭാഗത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ ഒരു ഷോൾ ഉണ്ടായിരുന്നു. ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഉഖബത്ത് ബിൻ അബീ മുഐത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, ആളുകളെല്ലാവരും കൂടി നിൽക്കുക, നബിയുടെ നിസ്കാരമൊക്കെ ഇങ്ങനെ നോക്കി പരിഹസിച്ചുകൊണ്ടിരിക്കുക. ഈ ഉഖബത്ത് ബിൻ അബീ മുഐത്ത് എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിലുള്ള ആ ഷോൾ അങ്ങോട്ട് പിടിച്ചു വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേറ്റത്തെ ശ്വാസമുട്ടലുണ്ടായി, പെടയുന്നൊരവസ്ഥ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ വിടുന്നത്. വല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടു. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ധിമുട്ടിയ നിമിഷം ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങൾ, ഈ കഅബത്തിന്റെ പരിസരത്തും ചുറ്റുഭാഗത്തുള്ള ആളുകൾ പ്രയാസപ്പെടുത്തിയ എത്രയെത്ര നിമിഷങ്ങൾ. ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്നറിയപ്പെട്ട ആളാണ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ഈ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയുടെ കുടുംബവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായിരുന്നു. അതിൽ മുൻപന്തിയിലാണ് അബൂജഹലിന്റെ മകനായ
ഇക്രിമ ഉണ്ടായിരുന്നു. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. നമ്മൾ ഉഹുദിന്റെ ചരിത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെടാനുണ്ടായ കാരണക്കാരിൽ ഒന്നാമത്തെ ആൾ ഖാലിദ് ബിൻ വലീദും രണ്ടാമത്തെ ആൾ ഇക്രിമത്ത് ബിൻ അബീ ജഹലുമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കുന്ന സമയം ഇനി ഇവിടെ നിന്നാ പറ്റൂല, എന്തായാലും ഇവിടുന്ന് പോകുക നല്ലത് എന്നും പറഞ്ഞിട്ട് ഇക്രിമ അവിടുന്ന് പുറപ്പെട്ടു. ഒരു കപ്പലിൽ കടൽ കടക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹക്കീം അവര് വിശ്വാസിയായിരുന്നു. അവര് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ഇക്രിമ ഇവിടുന്ന് വേഗം പോകാൻ നോക്കുന്നുണ്ട്, അതേ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ, അദ്ദേഹത്തിന് നിങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കുവോ? അദ്ദേഹത്തെ ഞാൻ വിളിച്ചോണ്ടട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിളിച്ചുകൊണ്ടുവരും. ഉമ്മു ഹക്കീം അവിടുന്ന് പുറപ്പെട്ടു. ചരിത്രത്തിൽ കാണാൻ പറ്റും, ഉമ്മു ഹക്കീം ഇക്രിമയുടെ, തന്റെ ഭർത്താവായ ഇക്രിമയുടെ അടുത്തേക്ക് ചെല്ലുക. അബൂജഹലിന്റെ മകനാണ് ഇക്രിമ. അങ്ങനെയുള്ള ആ ഇക്രിമയെ ഉമ്മു ഹക്കീം ചെന്ന് വിളിക്കുക. ഭർത്താവിനെ വിളിച്ചു. അദ്ദേഹം ഇസ്ലാം അറിയാൻ പരിശ്രമിച്ചു. ചരിത്രത്തിൽ കാണാൻ പറ്റും, ഇക്രിമ തിരിച്ചു വരിക. ഇക്രിമ വരുന്ന വാർത്ത കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് എന്താണെന്നറിയോ? ആളുകളോട് പറയാണ്, അവിടുന്ന് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിയമം പറയുന്നുണ്ട്, മരിച്ചവരെ കുറിച്ച് നിങ്ങൾ മോശം പറയരുത്. അങ്ങനെ നിങ്ങൾ മോശം പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ പ്രയാസം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ അത് പറയാനുള്ള കാരണം എന്തായിരുന്നു എന്നറിയോ? ഇക്രിമ അങ്ങോട്ട് വരുന്ന സമയത്ത് തീർച്ചയായും ഇക്രിമയുടെ വാപ്പയെ കുറിച്ച് ചർച്ച വരും. ഇക്രിമയുടെ വാപ്പ എന്ന് പറഞ്ഞാൽ അബൂജഹലാണ്. എത്രയോ സ്വഹാബത്തിന്റെ കൊലപാതകത്തിന് കാരണക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള ഒട്ടേറെ ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള അബൂജഹലിനെ കുറിച്ച് ഇക്രിമയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയും ആ അബൂജഹലിന്റെ മകനാണോ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ വരുമ്പോ അത് ഇക്രിമക്ക് പ്രയാസാവൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അവിടുന്ന് തിരുത്തുക. ആരും അങ്ങനത്തെ വാക്കുകളൊന്നും പറയാൻ പാടില്ല. ചരിത്രത്തിൽ കാണാൻ പറ്റും, ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ? ഇക്രിമ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, എന്നാലേ ഞാൻ ഇസ്ലാം സ്വീകരിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം സ്വീകരണം മുമ്പുള്ള എല്ലാ പാപങ്ങളും പൂർത്തി. അങ്ങനെയാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി ഉപദ്രവിച്ച ആളുകൾ എന്തെല്ലാം പ്രയാസങ്ങൾ വരുത്തി. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരിക. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ നോക്കുമ്പോ ഫാത്തിമ ബിയുടെ ആ ഉപ്പ ശരീരമാസകലം പൊടി പുരണ്ടിട്ടുണ്ട്. നബിയുടെ വസ്ത്രത്തിലാകെ മണ്ണ് പുരണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയാകെ കളർ മാറി ആകെ മണ്ണ് പുരണ്ട അവസ്ഥയിലുള്ളത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിരുന്നു നബി. ഫാത്തിമ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ നിന്ന് ആ മണ്ണ് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോ ചോദിക്ക, എന്ത് പറ്റിയുപ്പ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തല താഴ്ത്തി നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്നെ ആളുകൾ ഉപദ്രവിച്ചതാ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, ഇസ്ലാം പ്രബോധനം ചെയ്തതിന്റെ പേരിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ, എന്തെല്ലാം ഉപദ്രവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു. ഈ ആളുകളെ എല്ലാം മക്ക വിജയത്തിന്റെ സമയത്ത് അവരെ മുന്നിൽ കിട്ടുന്നുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അൻതുമുത്തുലഖാ ഇദ്ഹബൂ അൻതുമുത്തുലഖാ, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണ്, ആരും ഇവിടെ ഒന്നും ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. ആ കാലം വരെ എത്രയോ ആളുകളെ കൊലപ്പെടുത്തിയവർ, എത്രയോ സ്വഹാബിമാരുടെ ജീവിതത്തിൽ ഒരുപാട് മർദ്ദനങ്ങൾ ഏൽപ്പിച്ച ആളുകൾ, അവരുടെ എല്ലാ കാര്യത്തിലും പറയാൻ നിങ്ങളൊക്കെ പോയിക്കോളി. ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച ആളുകളുടെ വിഷയത്തിൽ
ശത്രുക്കളുടെ വിഷയത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മുസ്ലിമായി കിടക്കുന്ന നമ്മൾ ഒരേ സൊഫിൽ നിൽക്കുക, കാലുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട്, പക്ഷേ കൽബ് ഇപ്പോഴും അകന്നിട്ടല്ലേ. ഒരേ വാപ്പയുടെ മക്കളാണ്, പക്ഷേ സമ്പത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറഞ്ഞ് പറഞ്ഞ് എവിടെ എത്തി? നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെന്ന്, എന്റെ വാപ്പാക്കും ഉമ്മാക്കും ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെന്ന്? അവിടെ പോയി നമ്മളൊക്കെ ജീവിതം. നമ്മൾ ആഗ്രഹിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉന്നതമായ സ്വർഗ്ഗത്തിൽ എത്തണമെന്നാണെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂലേ, ഒരു അടിമക്ക് എത്ര തവണ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം? ഒരു അടിമയുടെ വിഷയത്തിൽ ഒരു ദിവസം എത്ര വട്ടം, എത്ര തവണ വിട്ടുവീഴ്ച ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ തവണയും ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസം 70 തവണ. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം 70 തവണ ഒരാളോട് വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ്. അവിടെ ആരുടെ കാര്യത്തിൽ? തന്റെ അടിമയുടെ വിഷയത്തിലാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ഭാര്യയുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, സഹോദരന്റെ കാര്യത്തിൽ, തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ എവിടെ പോയി നമ്മുടെ വിട്ടുവീഴ്ച? ആ വിട്ടുവീഴ്ച നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളിലും ഇന്ന് പല ആളുകളും ഇങ്ങനെ ആ ബലം പിടിച്ചിരിക്കുക. എല്ലാ വിഷയത്തിലും, ഈ ദീനിന്റെ കാര്യത്തിൽ പോലും ഏതോ ഒരു സംഘടനയിൽ അയാള്, അല്ലെങ്കിൽ മറ്റേയാൾ ഇന്ന സംഘടനയിലാണ്, അയാളോട് മിണ്ടണ്ട, അയാളോട് സംസാരിക്കണ്ട, അയാളോട് സലാം പറയണ്ട, അയാളെ കണ്ട ചിരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, ഒരേ ഉമ്മത്ത്, ഒരേ ഉമ്മത്ത്, വിശുദ്ധ ഖുർആനിനെ പ്രമാണമായി സ്വീകരിക്കുന്ന ആളുകൾ, പരിശുദ്ധ കഅബയെ കിബിലയാക്കിയിട്ടുള്ള ആളുകൾ, മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്ന ആളുകൾ. പക്ഷേ ആ വിട്ടുവീഴ്ചക്ക് വിട്ടു. ഞാൻ പറഞ്ഞത് മതി, ഞാൻ സ്വീകരിക്കുന്നത് എന്താണോ അത് മതി. ഇവിടെ പ്രമാണം ഒഴിവാക്കണമെന്നല്ല പറയുന്നത്, പ്രമാണങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഐക്യപ്പെടണമെന്നല്ല പറയുന്നത്. മറിച്ച് യഥാർത്ഥ പ്രമാണം അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐക്യപ്പെടൽ, ആ ഒരു പരസ്പര ബന്ധം, പരസ്പര സാഹോദര്യം, അതൊരു വിശ്വാസിക്കുണ്ടാവണം. പരസ്പര സാഹോദര്യം ഉണ്ടാവണം. എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോ അതൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രത്തോളം പ്രയാസമൊന്നും നമ്മളാരും വരുത്തിയിട്ടില്ലല്ലോ. നമ്മളെ ഒരാളും പ്രയാസപ്പെടുത്തിയിട്ടില്ല ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ എന്നിട്ടും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിട്ടുവീഴ്ചയുടെ കാര്യം പറഞ്ഞ അതേ വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വിനയം കാണിക്കുക എന്നുള്ളത്. വിനയം കാണിക്കുക. ഹദീസിൽ കാണാൻ പറ്റും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ നഖസത് സദഖത്തും മിൻ മാൽ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. മൂന്ന് കാര്യങ്ങൾ ഒരാള് സദഖ കൊടുക്കുന്നു, ദാനം കൊടുത്തതിന്റെ പേരിൽ ഒരാളുടെ സമ്പത്തും ഇല്ലാതാവില്ല. പൈസ കൊടുത്തിട്ട് ഞാൻ ആകെ പാപ്പരായിപ്പോയി, സ്വതക്ക കൊടുത്തിട്ട് ഞാൻ പാപ്പരായി എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. മിമ്മാൽ, സമ്പത്തിൽ നിന്ന് ഒന്നും സ്വതക്ക കൊണ്ട് കുറയൂല, അള്ളാഹു വർദ്ധിപ്പിച്ചു തരുള്ളൂ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു അയാൾക്ക് ഇസ്സത്ത് അല്ലാതെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇസ്സത്ത് ഉണ്ടാവും ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ. ആക്കിങ്ങനെ വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഇസ്സത്ത് വർദ്ധിപ്പിച്ചു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അള്ളാഹുവിനുമായിക്കൊണ്ട് ഒരാൾ ഒരു വിനയം കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അയാളെ ഉയർത്താതിരിക്കുക. ഒരാൾ വിനയം കാണിക്കുക, അത് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ആളാകാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തിക്കൊടുക്കും. അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ അങ്ങനെ ഇരിക്കും. സ്വഹാബിമാരും ഉണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറയാണ്, യജ്ലിസു ബൈന അസ്ഹാബി ഫയജീഉൽ ഗരീബ്. അങ്ങനെ അപരിചിതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയമില്ലാത്ത ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ ഫലാ യദ്രി അയ്യുഹും ഹുവ ഹത്താ യസ്അൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബിയെ പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു അപരിചിതം വന്നിട്ട് നബിനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവൂല ഇതിലേതാ നബി എന്നുള്ളത്. കാരണം എല്ലാവരെ പോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേക വേഷഭൂഷാദികളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വേറെന്തെങ്കിലും ഒരു പ്രകടനമോ, എല്ലാവരെക്കാളും ഉയർന്നു നിൽക്കണമെന്നുള്ള ഒരു ചിന്തയോ, എല്ലാവരും തന്നെ ബഹുമാനിക്കണമെന്നുള്ള ഒരു ആഗ്രഹമോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. പിന്നീട് സഹാബത്ത് പറയാണ്, അള്ളാന്റെ റസൂൽ ഇങ്ങനെ ആൾക്കാർ വരുമ്പോ നിങ്ങൾക്കൊരു സ്ഥലം ഞങ്ങൾ വെച്ചരാം, നിങ്ങൾ അവിടെ ഇരുന്നാ മതി. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുത്തത്തിൽ ആ ഒരു വിനയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തത്തിൽ വിനയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലരും നടത്തുന്ന പെരുമാറ്റങ്ങളിൽ നബി കാണിക്കുന്ന വിനയപ്രകടനമുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും കൂടി മദീനയുടെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുക. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു പെണ്ണ് ഓടി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകെ അന്താളിച്ചു നോക്കുക. ആ ഒരു പെണ്ണാകട്ടെ മാനസികമായ ചില പ്രയാസങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെട്ടു. ആ പെണ്ണ് നബിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തിരിച്ചു, ആ പെണ്ണും അവിടെ ഇരുന്നു. എന്നിട്ട് ആ പെണ്ണിങ്ങനെ തന്റെ അവസ്ഥകൾ പറഞ്ഞു കൊടുക്കുക. പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല, ഒരു മോശമായ വാക്കും പറഞ്ഞില്ല. സഹാബത്താരും ആ പെണ്ണിനെ അടിച്ചില്ല. കാരണം ആ പെണ്ണിന്റെ അവസ്ഥ എന്താ, ആ അവസ്ഥ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് കൊടുക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണി, അങ്ങനെ ഒരു പ്രവാചകൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്യൂ? ക്യാമറയുടെ മുന്നിൽ ചിലപ്പോൾ ചെയ്തു എന്ന് വരാം, കാരണം അവർക്ക് പബ്ലിസിറ്റി ആവശ്യമുണ്ട്. പല കാര്യങ്ങൾക്കും അവരുടേതായ ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണ് പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നൊരവസ്ഥ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന്റെ പര്യായമായിട്ട് നമുക്ക് കാണാൻ പറ്റും, അടയാളമായിട്ട് കാണാൻ പറ്റും. അത് മാത്രമാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമ്മ എന്ന ഒരു സ്ഥാനത്തുള്ള ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബിയുടെ ഉമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ഈ ഉമ്മു ഐമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയായ ആമിന മരണപ്പെട്ടതിന് ശേഷം കുറച്ചു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയതും ഈ ഉമ്മു ഐമന. ചരിത്രത്തിൽ കാണാൻ പറ്റും, ഈ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അവരുടെ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കി ചെയ്തു കൊടുക്കും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലേക്ക് ചെല്ലുക, സ്വഹാബത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തിരുന്നു. ഉമ്മയായിട്ടുള്ള അല്ലെങ്കിൽ വളർത്തുമ്മ എന്ന സ്ഥാനത്തുള്ള ഉമ്മ ഐമൻ അവിടെ വന്നു. തന്റെ വളർത്തുമകൻ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചെന്ന് പറഞ്ഞു, അന സ്വായിം, ഞാൻ നോമ്പുകാരനാണ്. സുന്നത്ത് നോമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ആ ഉമ്മയുടെ വാക്ക് അവിടുന്ന് മാറുന്നുണ്ട്. പൊതുവെ ഉമ്മമാരുടെ ആ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയാണ്, എപ്പോഴും ഈ നോമ്പെടുക്കുക, ഞാനൊരു ഭക്ഷണം കൊടുന്നിട്ട് കഴിക്കൂല എന്നുള്ള ഒരു പ്രയോഗം പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം ആ ഭക്ഷണം മേടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു എന്നുള്ള ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരു വാക്ക് പറയുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുക, ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എത്രയാ? ഉമ്മു ഐമൻ എന്ന് പറഞ്ഞാൽ അടിമയായിരുന്നു, പിന്നീട് മോചനപത്രം എഴുതപ്പെട്ടതാ. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്ഥാനം, അത് പ്രിയപ്പെട്ടവരെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന്റെ അടയാളമാണെങ്കിൽ, ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ പടച്ചറബിൽ നിന്ന് കിട്ടുമ്പോഴേക്ക് തന്നെ അഹങ്കരിക്കുന്ന ആളുകളില്ലേ നമ്മുടെ സമൂഹത്തിൽ? ഒരു പക്ഷേ സമ്പത്ത് കുറച്ച് വർദ്ധിച്ചാൽ, അറിവ് കുറച്ച് വർദ്ധിച്ചാൽ, ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഏതെങ്കിലും ഒരു സംഘടനയുടെ കൂട്ടായ്മയുടെ എന്തോ ഒരു സ്ഥാനം ഒന്ന് കിട്ടുമ്പോഴേക്ക് എല്ലാം തികഞ്ഞു, ഞാൻ എന്തോ വലിയ ആളാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന എത്രയോ ആളുകൾ. എന്നാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമൻ, അല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അഷ്റഫ്
അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതൻ. അങ്ങനെയുള്ള സ്ഥാനമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ വിനയത്തിന്റെ പര്യായമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തിൽ ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹങ്കാരിയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അത്രയും വിനയത്തോടു കൂടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക. ഭാര്യമാരുടെ വിഷയത്തിൽ വിനയം കാണിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക. നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഭാര്യ നൽകിയ കുറച്ച് ഭക്ഷണവുമായിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരിക. നബി സന്തോഷത്തിലാ കൊണ്ടുതന്നെ. ആയിഷ ബീബിക്കും കൂടി ഇത് കൊടുക്കണമെന്ന ഉദ്ദേശമുണ്ട്. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തതും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ദേഷ്യം വന്നു. കാരണം മറ്റൊരു ഭാര്യന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എന്റെ വീട്ടിൽ കയറ്റുക, ആ ഒരു സ്ത്രീ സഹജമായ ഒരു അവസ്ഥ അത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായി. അവരുടനെ ആ പാത്രം എടുത്തിട്ട് വലിച്ചെറിഞ്ഞു, അത് പൊട്ടിച്ചു. ഒരു പക്ഷേ ഒരു ഭർത്താവ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റത്തെ ദേഷ്യം വരേണ്ട സമയമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ ആ വീണ് കിടക്കുന്ന പലഹാരങ്ങൾ, ഭക്ഷണമൊക്കെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിവെച്ചു. പൊട്ടിയ പാത്രം അതെല്ലാം ഒരു ഭാഗത്തേക്ക് എടുത്ത് അത് വേസ്റ്റിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ ഒരു പാത്രം എടുത്തിട്ട് ആ മഹദിക്ക് കൊണ്ടേ കൊടുത്തു. ഇത് കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാന്റെ റസൂല്, നിങ്ങൾ എന്നെ അടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല്ലിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർദ്ദിച്ചും ശാസിച്ചുമല്ല ഒരു സമൂഹത്തെ മാറ്റിയിട്ടുള്ളത്. വിട്ടുവീഴ്ചയിലൂടെയാണ്, സ്നേഹത്തിലൂടെയാണ്, വിനയത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ കഴിയോ എന്റെ കുട്ടിയോട്, എന്റെ ഭാര്യയോട്, എന്റെ അനിയനോട്, എന്റെ ഉമ്മയോട്, എന്റെ വാപ്പയോട് ഈ ഒരു വിനയവും വിട്ടുവീഴ്ചയും സ്നേഹവും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്? നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. ആ പോരായ്മകളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിഹരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രണ്ട് സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ മേഖലകളിലും കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല പെരുമാറ്റങ്ങളെ കുറിച്ചാണ് സൂചിപ്പിച്ചു വന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ഉന്നതനാണ്. പക്ഷേ ആ ഒരു സ്ഥാനം വെച്ചുകൊണ്ട് അഹങ്കരിച്ചിട്ടില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരാള് പിന്നിൽ നിന്ന് വിളിക്കുക, യാ ഖൈറൽ ബരിയ, യാ ഖൈറൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ളവനെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഞാനല്ല, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണത്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സ്ഥാനം പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ആ സ്ഥാനം, എനിക്ക് തന്നെയാണ് ആ ഒരു സ്ഥാനം ഉള്ളത് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നില്ല. എത്രത്തോളം എന്നാൽ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു സംഘം വന്നു. ആ സംഘം വന്നിട്ട് പറഞ്ഞു, അൻത സയ്യിദുനാ, നിങ്ങൾ ഞങ്ങളുടെ സയ്യിദാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സയ്യിദു അല്ലാഹു തബാറക വ തആല, സയ്യിദ് അല്ലാഹുവാണ്, സയ്യിദ് അല്ലാഹുവാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും അവർ പറഞ്ഞു, ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, വഅഫ്ളലുനാ ഫളറൻ വഅഅളമുനാ തൂല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനും അതിശ്രേഷ്ഠനും മഹത്തായ സ്ഥാനമൊക്കെ ഉള്ളത് അത് പ്രവാചകരെ നിങ്ങൾക്ക് തന്നെയല്ലേ എന്നുള്ള ഒരു പ്രയോഗം നടത്തി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൂലൂ ബിഖൗലിക്കും, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾക്ക് പറയാനുള്ളതും അതിനോട് ചേർത്തുകൊണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ വലാ യസ്തജിരിയന്നകുമുശ് ശൈത്വാൻ, നിങ്ങളെ പിശാച് വഴിതെറ്റിക്കാതിരിക്കട്ടെ. പറഞ്ഞ് അവസാനം നിങ്ങൾ പിശാചിന്റെ വഴിയിൽ പെട്ടുപോകുന്നൊരവസ്ഥ, പിശാച് നിങ്ങളെ വഴിതെറ്റിക്കുന്നൊരവസ്ഥ, നിങ്ങൾ എന്നെ അങ്ങേയറ്റം പറഞ്ഞ് വേറെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകുക, അതുണ്ടാകാൻ പാടില്ല.
മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ജൂത ക്രൈസ്തവരായ ആളുകൾ അല്ലെങ്കിൽ ക്രൈസ്തവരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പാടി പുകഴ്ത്തുന്നത് പോലെ ലാ തതുറൂനി കമാ അത്റത്തിൻ നസാറ ഈസാ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രൈസ്തവരായ ആളുകൾ പാടി പുകഴ്ത്തുന്നത് പോലെ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ വലിയ വലിയ ദറജകൾ പറയുന്നത് പോലെ നിങ്ങൾ എന്റെ കാര്യത്തിൽ പറയരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ആദ്യം അള്ളാഹുവിന്റെ അടിമയെന്നാ പറയാ, എന്നിട്ട് പറയാനാ അള്ളാഹിന്റെ റസൂലാണ്. അത്രയും സിമ്പിളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കുറിച്ച് പറയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഹദീസുകളിൽ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദല്ലേ? സയ്യിദ് തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖല്ലേ? തീർച്ചയായും അഷ്റഫുൽ ഖൽഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ ബരിയല്ലേ? തീർച്ചയായും ഖൈറുൽ ബരിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞുകൊണ്ട് അതൊരു സ്ഥാനമാക്കി കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ സാന്ദർഭികമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നെ നിങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി വേറൊരു അവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മത്ത് ഇന്ന് പറഞ്ഞു പറഞ്ഞ് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കുന്ന ഒരവസ്ഥയാണത്. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റിയാൽ എനിക്ക് പുറത്തു തരേണമേ എന്ന് പറയേണ്ടത് ആരോടാ? ഒരാൾക്ക് പോലും എതിരഭിപ്രായം ഉണ്ടാവില്ല, നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോടാണ്. എന്നാൽ ഇന്ന് പല മാലകളിലും മൗലൂദുകളിലുമൊക്കെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമായിട്ടാണ് എണ്ണുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായിട്ടാണ് എണ്ണുന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ ഈ ദിവസങ്ങളിലൊക്കെ ഓതുന്ന ഒരു മൗലൂദാണല്ലോ മങ്കൂസ് മൗലിദ്. ഒരു പക്ഷേ അത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല, ആ ഒരു പേര് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ആരാണ് ഈ മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത്? ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടാക്കിയത്? ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറയാ. കഴിഞ്ഞ ദിവസം ചില സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു മങ്കൂസ് മൗലിദിന്റെ വാചകം പറഞ്ഞപ്പോ ഉടനെ ഒരാൾ പറയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ മൗലൂദല്ലേ, പിന്നെന്താ ചൊല്ലുന്നതിന് പ്രശ്നം? ഒട്ടുമിക്ക സാധാരണക്കാരായ ആളുകളും വിചാരിക്കുന്നത് ഈ മങ്കൂസ് മൗലിദ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശറഫുൽ അനാം മൗലിദ്, ഇങ്ങനത്തെ പല മൗലിദുകൾ, ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, അതിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വെറുതെ ഒന്ന് അടിച്ചു നോക്കുക, അതാരുണ്ടാക്കിയത്? കേരളത്തിലുള്ള ഒരു മനുഷ്യൻ, സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ആ വ്യക്തി ഉണ്ടാക്കിയതാണത്രേ ഈ ഒരു മങ്കൂസ് മൗലിദ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയതാണ്. പക്ഷേ ആളുകൾ അതിന് കൊടുക്കുന്ന സ്ഥാനം എത്രയാ? അതിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണ്? ആ പ്രാധാന്യങ്ങളൊക്കെ പോകട്ടെ, അതിലുള്ള വഴിയുടെ അർത്ഥം നമ്മൾ കേട്ടിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് എന്താ? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും ഇശാമാരിവിന്റെ ഇടയിൽ ഇങ്ങനെ ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഇതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മളൊന്ന് ചോദിച്ചു നോക്കണ്ടേ? എന്താ ഉസ്താദ് ഇതിന്റെ അർത്ഥം എന്താ? ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞാനിതാ പ്രവാചകരെ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, നിങ്ങളുടെ അടുക്കലേക്ക് ഞാനിതാ വാഹനം കയറിയിരിക്കുന്നു, എന്റെ അടുക്കൽ തെറ്റുകുറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സയ്യിദായിട്ടുള്ള പ്രവാചകരെ എന്റെ പാപങ്ങൾ നിങ്ങൾ പുറത്തു തരണമേ. പാപങ്ങൾ പുറത്തു തരേണ്ടതാരാ? അല്ലാഹു. അതറിയാത്ത ഏതെങ്കിലും ഒരു സാധാരണക്കാരനാണ്. എന്തുകൊണ്ടാ ഇത് അറബിയിൽ പറയുന്നത്? സാധാരണക്കാർക്ക് അറബി അറിയൂല. ഇതിന്റെ അർത്ഥം ചോദിച്ചാൽ ഒരു പക്ഷേ പല ആളുകൾക്കും അവരുടെ പല ഉദ്ദേശങ്ങളും ഇല്ലാതായി പോകും, ആ നേട്ടങ്ങളില്ലാതായി പോകും. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. നമ്മുടെ നാടുകളിൽ ചെല്ലുന്ന പല മൗലിദുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാന്റെ സ്ഥാനത്തേക്ക് എത്തിക്കണം. ഒരു പക്ഷേ ശറഫുൽ അനാം മൗലിദ് എന്നുള്ള ഒരു മൗലിദ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിലും ഇതുപോലത്തെ പദങ്ങൾ, അബ്ദുകൽ മിസ്കീനു യർജു ഫളലുകൽ ജമ്മൽ ഗഫീറു, ഇങ്ങനെ തുടങ്ങുന്ന ഒരു 4 വരിയുണ്ട്. അതിന്റെ അർത്ഥം മാത്രം ഞാൻ പറയാം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബഷീറും നദീറുമായിട്ടുള്ള റസൂലേ, അങ്ങയെക്കുറിച്ച് ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ സാധുവായ അങ്ങയുടെ അടിമ
അബ്ദുക, അബ്ദ് എന്ന് പറഞ്ഞ അടിമ, അബ്ദുക നിങ്ങളുടെ അടിമ, പ്രവാചകരെ നിങ്ങളുടെ അടിമയാണ് ഞാൻ. അങ്ങനെയുള്ള അടിമ അവിടുത്തെ ഔദാര്യത്തെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഔദാര്യം ഞാൻ ആഗ്രഹിക്കാണ്. അതുകൊണ്ട് എന്നെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ. നരകത്തിൽ നിന്ന് രക്ഷിക്കണം. ആരോടാ പറയേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇതൊരു സംഘടനാ സങ്കുചിതത്വത്തിൽ നമ്മൾ മനസ്സിലാക്കണ്ട. ഈ പറയുന്ന ആ വാചകങ്ങൾ, ഇങ്ങനത്തെ വരികൾ അതിലുണ്ടോന്ന് നമ്മുടെ വീട്ടിൽ മൗലൂദുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഈ പറയപ്പെട്ട മാലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. അതെടുത്തിട്ട് അറബി അറിയുന്ന ഏതെങ്കിലും ഒരാൾ ചെയ്ത് ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞിരുന്നു ചോദിക്കാം. ഇത് നമ്മുടെ വിശ്വാസത്തിനെതിരല്ലേ? ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ വിശ്വാസങ്ങൾക്കെതിരല്ലേ ഇത്? അത് നമ്മൾ മനസ്സിലാക്കണം. ആരെയും കുറ്റപ്പെടുത്താനല്ല, ഒരു പക്ഷേ അറിയാതെയായിരിക്കാം പല സഹോദരങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം എന്നറിയൂല, ഇതൊക്കെ നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും പലതും ചെയ്യുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ യഥാർത്ഥ ദീനിന് വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെന്ന് സാന്ദർഭികമായി നമ്മൾ ഓർമ്മപ്പെടുന്നു. എല്ലാ അർത്ഥത്തിലും എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ പരലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരെ സ്വർഗ്ഗത്തിലെത്താനുള്ള തൗഫീക്ക് നമുക്കെല്ലാം അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.